സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ റിലീസാകാൻ വേണ്ടിയിട്ട് ഇനി ഓൾമോസ്റ്റ് ഒരു മാസം എങ്ങാണ്ടേ ഉള്ളൂ. അതായത് ജൂലൈയിൽ പടം റിലീസാകാൻ വേണ്ടി പോവാണ്. ഇതുവരെ പടത്തിൻ്റെ സെക്കൻഡ് ട്രെയിലർ വന്നിട്ടുമില്ല. ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും വന്നിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ട്രെയിലർ എങ്ങനെയാണ് റിലീസായത്, ഐ മീൻ ലീക്കായത്, അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ട്രെയിലറും ലീക്കായിരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് ട്രെയിലർ ലീക്കാകുമ്പോൾ മൊത്തം ഓഡിയോയും വിഷ്വൽസും ഒക്കെ അടക്കമായിരുന്നു ലീക്കായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സെക്കൻഡ് ട്രെയിലർ മൊത്തത്തിൽ ഓഡിയോ മാത്രമായിട്ടാണ് ഫസ്റ്റ് റിലീസായിട്ടുള്ളത്. ആദ്യം ഈ ഓഡിയോയുടെ ലീക്കൊക്കെ ഞാൻ കേട്ടപ്പോൾ, ഐ മീൻ ആ മൊത്തം ഓഡിയോ തന്നെ കേട്ടതിന് ശേഷം ഫേക്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കേൾക്കുമ്പോൾ ഫേക്ക് ആയിരിക്കില്ല എന്നുള്ളൊരു തോട്ടൊക്കെ വന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സോണി തന്നെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ട്വിറ്റർ ഹാൻഡിൽസും അങ്ങ് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇട്ടാൽ മതി, അപ്പം തന്നെ സ്ട്രൈക്ക് അടിച്ച് പോകും. അപ്പം തന്നെ കൺഫേം ആയല്ലോ സംഗതി ഉള്ളതാണെന്ന്. സോ കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ലീക്കായിട്ടുള്ള ഓഡിയോ ആ പടത്തിൻ്റെ തന്നെ, ഐ മീൻ ആ ഒഫീഷ്യൽ സെക്കൻഡ് ട്രെയിലറിൻ്റെ എൻ്റെ ഓഡിയോ ആണെന്ന്. പക്ഷേ ഇവന്മാർ എന്തായാലും ലീക്ക് ചെയ്യാണ്. ശരി, ലീക്ക് ചെയ്തോട്ടെ, എന്നാൽ പിന്നെ മര്യാദയ്ക്ക് ലീക്ക് ചെയ്യണം. ആദ്യം ഇവന്മാർ ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മൊത്തമായിട്ട് ലീക്ക് ചെയ്ത്, ഇപ്പോൾ ഇതിന് സെക്കൻഡായിട്ട് വേറെ ലീക്കും കൂടി വന്നിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ ഇവന്മാർ സൂം ചെയ്തിട്ട് വീഡിയോ, ഐ മീൻ ആ മൊത്തം വീഡിയോ തന്നെ ഒരു സൂം ചെയ്ത രീതിക്ക് ഒരു തേങ്ങയും കാണാൻ പറ്റാത്ത പോലെ രീതിക്ക് മൊത്തത്തിലുള്ള വേറൊരു ലീക്ക്. അതായത് ഏതോ ഒരുത്തൻ്റെ കയ്യിൽ ഈ മൊത്തം ട്രെയിലറും അവൻ്റെ കയ്യിലുണ്ട്, എന്നാൽ ആ ലീക്ക് ചെയ്യുന്നവൻ മര്യാദയ്ക്ക് ഒട്ട് ലീക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഈ ട്രെയിലർ ഒറിജിനലായിട്ടുള്ള സോണിയാണെങ്കിൽ റിലീസ് ചെയ്യുന്നുമില്ല. ഫാൻസ് എന്താ പൊട്ടന്മാരാ? ആക്ച്വലി ഫസ്റ്റ് ട്രെയിലർ ലീക്കായ ആ ടൈമിൽ, ഡിസംബർ ആ ടൈമിലൊക്കെ ലീക്കായിരുന്ന ആ ടൈമിൽ അതിൻ്റെ മൊത്തം ഡിസ്ക്രിപ്ഷൻ ഒക്കെ അടക്കം ലീക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടൈമിൽ നമ്മൾ ആ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സോണി എന്താക്കി, എന്നാൽ പിന്നെ ഈ ഒരു ട്രെയിലർ ഇനി റിലീസ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം ആ സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും തുടങ്ങിയിട്ട് വേറൊരു ട്രെയിലർ കട്ടായിരിക്കും നമുക്ക് ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എന്നാൽ ആ ലീക്കായിട്ടുള്ളതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഫസ്റ്റ് ട്രെയിലർ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ആ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നതും ആ ലീക്കിൽ കാണിച്ചിരിക്കുന്ന വോയിസും ചില ഓഡിയോസൊക്കെ ഓൾറെഡി സിമിലർ ആയിരുന്നെങ്കിലും, പക്ഷെ അതിൽ VFX കാണിച്ചിട്ടുള്ള കുറച്ച് ഷോർട്സൊക്കെ വേറെ തന്നെ രീതിക്ക് വീണ്ടും VFX വർക്ക് ചെയ്തിട്ടാണ് അവർ ആ ഫസ്റ്റ് ട്രെയിലർ റിലീസായത്. അതുകൊണ്ടാണ് ഡിസംബറിൽ അത് ലീക്കായിട്ട് ഓൾമോസ്റ്റ് 3 മാസം എടുത്തിട്ടാണ് അടുത്ത ആ ഫസ്റ്റ് ട്രെയിലർ വന്നിട്ടുള്ളത്. അത്രയും ടൈം എടുത്തു അവർക്ക് വീണ്ടും അത് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെയാണ് അവന്മാർ ഈ സെക്കൻഡ് ട്രെയിലർ റിലീസായതിനും ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ ഈ പടം റിലീസായതിനു ശേഷമായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ട്രെയിലർ ചിലപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതായത് പടം അടുത്ത മാസമാണ് റിലീസാകാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ വീണ്ടും 2-3 മാസമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ട് ഇവർ അടുത്ത പുതിയൊരു ട്രെയിലർ കട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇനിയും ടൈം എടുക്കും. സോ വീണ്ടും പുതിയൊരു കട്ടിലേക്ക് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നമുക്ക് ഒഫീഷ്യലായിട്ട് സെക്കൻഡ് ട്രെയിലറായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നു. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്സും അപ്ഡേറ്റ്സൊക്കെ അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ട്രെയിലർ ഇനി റിലീസ് ആവേണ്ടതാണ്. ചിലപ്പോൾ ഇത് ലീക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അത് വീണ്ടും പ്രീപോൺ ചെയ്തിട്ട് കുറച്ചുകൂടി നേരത്തെ ചിലപ്പോൾ റിലീസ് ആവുമായിരിക്കും. സോ ആ ലീക്കായിരിക്കുന്ന ഓഡിയോയിലും ആ വിഷ്വൽസിലൊക്കെ എന്താണ് കാണിച്ചിട്ടുള്ളത്, ഈ ട്രെയിലർ നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, പുതുതായിട്ട് ഇതിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ മൊത്തത്തിലുള്ളൊരു ബ്രേക്ക് ഡൗൺ ഒന്നും ചെയ്യുന്നില്ല. കാരണം ചിലപ്പോൾ ഇതിലുള്ള ചില കട്ട്സൊക്കെ അവർ ഒഫീഷ്യൽ ട്രെയിലറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത് മാറ്റിയിരിക്കും, കാരണം ഓൾറെഡി ലീക്ക് ആയതുകൊണ്ട്. സോ കൂടുതൽ അവരുടെ ബോറടിപ്പിക്കാത്ത ഈ ലീക്കായ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കളയാം. പിന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്പോയിലർ വാർണിംഗും കൂടി കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട, ട്രെയിലർ വരുമ്പോൾ കണ്ടോളാം എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നതെങ്കിൽ ട്രെയിലർ വരുമ്പോൾ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഓൾമോസ്റ്റ് ഒഫീഷ്യലായിട്ടുള്ള സംഭവമാണ്. കാരണം ലീക്കായിരിക്കുന്നതാണെങ്കിലും ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഒഫീഷ്യലായിട്ടുള്ള ട്രെയിലറിലും. കഴിഞ്ഞ ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ പീറ്റർ പാർക്കറിന് ഓർഗാനിക് വെബ് കിട്ടാമെന്നുള്ള കാര്യം. അതായത് പുള്ളി ആ കൊക്കോണ്ട് ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ പുള്ളിക്ക് ഓർഗാനിക് വെബ് കിട്ടുന്ന പോലെയൊക്കെ ആയിരിക്കും ആ ട്രെയിലറിൽ തന്നെ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ടാവുക. അതായത് ക്ലിയർ ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടാവില്ല. ആ ടൈമിൽ പുള്ളി അത് വല വിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പുള്ളിക്ക് വല പോകുന്നുണ്ടാവില്ല. പെട്ടെന്ന് പുള്ളി താഴെ വീഴുമ്പോൾ വല വിട്ട് പിടിക്കുന്ന പോലെ ആ ടൈമിൽ പുള്ളിയുടെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സും ഉണ്ടാവില്ല. അങ്ങനെ ഡീകോഡിങ്ങും എല്ലാം വെച്ചിട്ട് അത് പുള്ളിക്ക് ഓർഗാനിക് വെബ് കിട്ടുന്നതാണെന്ന് തന്നെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യവും ഈ സെക്കൻഡ് ട്രെയിലറിൽ ഒഫീഷ്യലായിട്ട് അവർ തന്നെ കൺഫേം ചെയ്യുകയാണ്. അതായത് നമ്മുടെ പീറ്റർ പാർക്കറിന് ഓർഗാനിക് വെബ് ഉള്ള പോലെ തന്നെ കാണിച്ച്, ഐ മീൻ മെൻഷൻ ചെയ്തിട്ട് പുള്ളിയുടെ ആ വെബ് ഷൂട്ടേഴ്സ് നമ്മുടെ പീറ്റർ പാർക്കർ തന്നെ ഒതുക്കി വെക്കുന്ന പോലെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ട്രെയിലറിൽ നമ്മുടെ ബ്രൂസ് ബാനറിനെ ഒരു 2 ഫ്രെയിമിലൊക്കെ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ ട്രെയിലറിൽ നമ്മുടെ ബ്രൂസ് ബാനറിന് കുറച്ച് അധികം സീൻസ് ഉണ്ടാവും. അതായത് പുള്ളി നമ്മുടെ പീറ്റർ പാർക്കറും തമ്മിലുള്ള കോൺവെർസേഷൻ കുറച്ച് അധികമായിട്ട് തന്നെ ഇതിലുണ്ടാവും. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന ആ ജീൻ മ്യൂട്ടേഷനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുള്ളിയുടെ തന്നെ പ്രൊഫസർ അല്ലാതിരുന്നിട്ടും നമ്മുടെ ബ്രൂസ് ബാനറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ക്ലാസ്സിലൊക്കെ പോയിരിക്കുന്നത്. അത് നമ്മുടെ ബ്രൂസ് ബാനർ തന്നെ ചോദിക്കുന്നുണ്ട് ആ ഓഡിയോയിൽ ക്ലിയർ ആയിട്ട്, അത് നീ എൻ്റെ സ്റ്റുഡൻ്റ് അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ നമ്മൾ ബ്രൂസ് ബാനറിനെ മാത്രമല്ല കാണാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ഒറിജിനൽ OG ഹൾക്കിനെയും കാണാൻ വേണ്ടി പോവാണ്. അതായത് ആ ഓഡിയോയിൽ തന്നെ നമ്മുടെ ഹൾക്ക് റോർ ചെയ്യുന്ന പോലത്തെ, ഐ മീൻ പുള്ളിയുടെ ആ റേജ് മോഡിൽ പുള്ളി ഒച്ച ഉണ്ടാക്കുന്ന പോലെയൊക്കെ സൗണ്ടും ആ ഓഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതിൻ്റെ ലീക്കായിട്ടുള്ള ചില ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഈ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലുപ്പത്തിലായിരിക്കും നമ്മുടെ ഹൾക്കിനെതിരെ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടുത്ത സെക്കൻഡ് അടുത്തൊരു ഷോട്ടിൽ തന്നെ ആ ഓഡിയോയിൽ വേറൊരു കാര്യം നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ പറയുന്നും കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്രയും വലുതാവാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ എന്ന്. അതായത് ഹൾക്കിനെ അത്രയും വലുപ്പത്തിൽ നമ്മുടെ സ്പൈഡർമാൻ പോലും കണ്ടിട്ടില്ല എന്ന്. അതായത് ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാളും വലുപ്പത്തിലായിരിക്കും ഹൾക്ക് ഇതിൽ അപ്പിയർ ആവാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ട്രെയിലറിൽ തന്നെ നമ്മുടെ സാവേജ് ആയിട്ടുള്ള റേജ്ഫുൾ ഹൾക്കിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ട്രെയിലറിൽ നമ്മുടെ ജീൻ ഗ്രേ അല്ല, സേഡി സിംഗിൻ്റെ ആ ക്യാരക്ടറാണ് ഒരു മെയിൻ വില്ലനെ പോലെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്തെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഹൾക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിക്കാണ് ഈ ട്രെയിലറിൽ തന്നെ പുള്ളിക്കാരനെ ഒന്ന് പോർട്രേ ചെയ്യുന്നത്. ചിലപ്പോൾ അത് മാറിയിരിക്കും, ട്രെയിലർ ഒന്ന് കാണിച്ചിട്ട് പടത്തിൽ വേറെ ഒന്നായിരിക്കില്ല കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും. പിന്നെ നമ്മുടെ MJ സ്പൈഡർമാൻ്റെ കൂടെ ഉള്ള പോലെ ഒരുപാട് സീൻസ് ഉണ്ട്. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ അല്ല, സ്പൈഡർമാൻ്റെ കൂടെ ഉള്ള പോലെ. പിന്നെ നമ്മുടെ നെഡ് ആ ഒരു യൂണിവേഴ്സിൽ തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു വലിയ ഫാനാണെന്നുള്ള കാണിക്കുന്ന പോലെ ഒരുപാട് സീൻസ് ഉണ്ട്. അതായത് ഓൾറെഡി തന്നെ നമ്മുടെ സോണി മാർവൽ തന്നെ ഒഫീഷ്യലായിട്ട് ഒരു സ്ക്രിപ്റ്റ് ലീക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ പടത്തിൻ്റെ കുറച്ചൊരു 15 മിനിറ്റിൻ്റെ ആ ഒരു ഭാഗം ഒരു സ്ക്രിപ്റ്റ് പോലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ചാനലിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ആ ഒരു സ്ക്രിപ്റ്റിൽ നമ്മുടെ നെഡ് കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിലറിൻ്റെ കട്ടിലും വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ പണിഷറും സ്പൈഡർമാനും ടീമപ്പ് ചെയ്തിട്ട് നമ്മുടെ MJനെ എവിടുന്ന് രക്ഷിക്കുന്ന പോലെയും ഒരു സീന് കാണിക്കുന്നുണ്ട്. അതെന്തിനാണ് എവിടെ നിന്നാണ് രക്ഷിക്കുന്നതെന്നൊന്നും ഈ ലീക്കിന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ആ ട്രെയിലർ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു രൂപയ്ക്ക് എന്തായാലും കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ട്രെയിലറിൽ തന്നെ നമ്മുടെ ആൻമേ ഈസ് റിട്ടേണിങ്, അതായത് ആൻമേ ജീവനോടെ തിരിച്ചു വരുന്നതെന്നല്ല, ഈ ട്രെയിലറിൽ തന്നെ ആൻമയുടെ ഒരു വോയിസ് ഓവർ ഉള്ളതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ഒരു സീനൊക്കെ പടത്തിൽ കാണിക്കുന്ന പോലെ ആയിരിക്കാം ആ ഒരു വോയിസുകളൊക്കെ ഈ ട്രെയിലറിൽ യൂസ് ചെയ്തായിരിക്കാം. പിന്നെ ഓൾറെഡി ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒരുപാട് പോസ്റ്റേഴ്സൊക്കെ റിലീസ് ആകുമ്പോൾ തന്നെ ഇവർ മെയിനായിട്ട് അതിൽ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പൈഡർമാനും ആ ഹാൻഡും തമ്മിലുള്ള ആ ഫൈറ്റ് സീക്വൻസസ് ആണ്. ഇപ്പോൾ ലീക്കായിരിക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസസ് അതൊരു കിടിലനായിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസസ് ആയിരിക്കുന്നു. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഈ ട്രെയിലറിൽ കാണാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ട്രെയിലറിലെ എൻഡിൽ ഒരു കൊളാപ്സ് ആവുന്ന ഒരു ബിൽഡിംഗ് താങ്ങി പിടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇടിഞ്ഞ് നിൽക്കുന്ന പോലെ നമ്മുടെ സ്പൈഡർമാനെ കാണിച്ചുകൊണ്ട് ഈ ട്രെയിലർ നിർത്തുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇടിഞ്ഞ് വീഴുന്ന സാധനമൊക്കെ താങ്ങി പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ഐക്കോണിക് സംഭവമാണ്. പുള്ളി എവിടെ എന്ത് തിരിഞ്ഞാലും പുള്ളി ഇങ്ങനെ ഇടിഞ്ഞ് വീഴുന്ന സാധനം പിടിച്ച് നിർത്തുകൊണ്ട് നിൽക്കുന്നത്. അതായത് കോമിക്സിലാണെങ്കിലും പടത്തിലാണെങ്കിലും എപ്പോഴും അതങ്ങനെ തന്നെയാണ്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ ട്രെയിലറിൻ്റെ ലീക്കായിട്ടുള്ള ആ ഓഡിയോ കേൾക്കുമ്പോഴും അതിൻ്റെ ലീക്കായിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് കാര്യങ്ങൾ. അതായത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാൻ വേഴ്സസ് ഹൾക്ക് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. അതായത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാനും പറ്റുന്നില്ല. ലീക്കാക്കുന്നവനാണ് മര്യാദയ്ക്ക് ലീക്കാക്കുന്നുമില്ല, ഉള്ളവനാണെങ്കിൽ ഒട്ട് റിലീസും ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ട്രെയിലറിൽ നമ്മുടെ സ്കോർപ്പിയൻ, ബൂമറാങ്, ടെറന്റുല ഇവരൊന്നും ടീസ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ട്രെയിലർ മെയിൻലി നമ്മുടെ സ്പൈഡർമാൻ, ബ്രൂസ് ബാനർ, ജീൻ ഗ്രേ, MJ, നെഡ് ഇവരൊക്കെ ബേസ് ചെയ്തിട്ട് ഇവരൊക്കെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പോകാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ട്രെയിലറിലും നമ്മുടെ ടോം സ്റ്റോണിനെ എവിടെയും ടീസ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റ് ട്രെയിലറിൽ എവിടെയും കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിലൊരു മെയിൻ വില്ലനായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ടോം സ്റ്റോൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് 90% കൺഫേം ആയിട്ടുള്ള ന്യൂസൊക്കെയാണ്. സോ എന്തുകൊണ്ടാണ് ഇവരിതുവരെ കാണിക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പടത്തിലെ റിവീൽ ആകുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് സോണിയാണ്, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ ഫസ്റ്റ് ട്രെയിലറിൽ ചെയ്ത പോലെ നിങ്ങൾ എന്തോന്നാടാ ലീക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ തന്നെ വേറെ ചില പടത്തിൻ്റെ സീൻസൊക്കെ വെച്ചിട്ട് വേറെ തന്നെ ഒരു ട്രെയിലർ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇറക്കിയെന്നും വരാം. ഒന്നെങ്കിൽ ഈ ട്രെയിലർ തന്നെ നമുക്ക് വീണ്ടും ഒഫീഷ്യലായിട്ട് ഇറക്കി വിടും, അല്ലെങ്കിൽ കുറച്ച് വല്ല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ചിലപ്പോൾ പുതിയ ട്രെയിലർ ഇറക്കുമായിരിക്കും. ആക്ച്വലി ഇത്രയൊക്കെ ലീക്കായിട്ട് ഉണ്ടെങ്കിൽ ഒറിജിനലായിട്ടുള്ള ഫുട്ടേജസ് ഏതോ ഒരുത്തൻ്റെ കയ്യിലുണ്ട്. അവനാണെങ്കിൽ അത് ഒരുപാട് സൂമൊക്കെ ചെയ്തിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തനും ഒഫീഷ്യൽ അത്യാവശ്യം ക്ലാരിറ്റിയിൽ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മാത്രം ടൈമൊന്നും ആവത്തില്ല. സോ അത് അവർ റിലീസ് ചെയ്ത് വൈറലാവുന്നതിനേക്കാളും നല്ലത് നമ്മുടെ സോണി തന്നെ ഒഫീഷ്യലായിട്ട് അതങ്ങ് റിലീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മാസം തന്നെ എന്തായാലും ട്രെയിലർ ഉണ്ടാവും. കാരണം അടുത്ത മാസം എന്തായാലും പടം ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഒരു മാസം മുമ്പെങ്കിലും എന്തായാലും ട്രെയിലറെങ്കിലും ഇറങ്ങണമല്ലോ. എനിക്കെന്തോ എവിടെയോ ഒരു ഡൗട്ട്, ഇനി ഇതൊക്കെ നമ്മുടെ സോണി തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ ഒരു ആൾക്കാരെ കൊണ്ട് തന്നെ ഏർപ്പാടാക്കിയിട്ട് ലീക്ക് ആക്കുന്നതാണോന്ന്. കാരണം നോവി ഹോമിൽ ഇതുപോലെ ഒരു പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കാരണം ആ ലീക്കുകളൊക്കെ കാരണമാണ് ആ പടത്തിന് അത്രയും വലിയൊരു ഹൈപ്പ് തന്നെ കയറിയിട്ടുള്ളത്. അതായത് നമ്മുടെ ടോബി മെഗർ വരുന്നു, ആൻഡ്രൂ ഗാർഫീൽഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതുവരെ പടം റിലീസാവുന്ന വരെ സോണി അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ലീക്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇനി അറിഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്നതാണോ പടത്തിൻ്റെ ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട്? അങ്ങനെയാണെങ്കിലും അത് അത്യാവശ്യം നല്ലോണം വർക്കൗട്ട് ആവുന്നുണ്ട്. ബാക്കി എന്താണെന്നൊക്കെ നമുക്ക് ആ ട്രെയിലർ വരുമ്പോഴും പടം ഇറങ്ങുമ്പോഴൊക്കെ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.